ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശാന്തമായി ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് തന്ന ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവനാമത്തിൽ ഇരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. വായിച്ച വചനം 2 തീമോഥെയോസിൻ്റെ ലേഖനമാണ്. പൗലൂസിൻ്റെ ശക്തമേറിയ ലേഖനങ്ങളിൽ ഒന്നാണ് 2 തീമോഥെയോസിൻ്റെ ലേഖനം. പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ആരംഭത്തെക്കാൾ തൻ്റെ അവസാന നാളുകൾക്ക് താൻ പറയുന്ന വാക്കുകൾക്കും എഴുതുന്ന എഴുത്തുകൾക്കും അതിൻ്റെ വീര്യം കൂടും എന്നതുപോലെ പൗലൂസിൻ്റെ അവസാനത്തെ ലേഖനമാണ് 2 തീമോഥെയോസിൻ്റെ ലേഖനം. തൻ്റെ നിജപുത്രനായ തീമോഥെയോസിന് അവസാനം താൻ ഒരു കൺക്ലൂഷൻ പോലെ ഒരു ശുശ്രൂഷയുടെ മേഖലകൾക്കകത്ത് താൻ ഇന്നുവരെ ഫേസ് ചെയ്തതും അതിൻ്റെ മടിവിൽ താൻ നിലനിർത്തും. അതുപോലെ നീ ആരായിത്തീരണമെന്നും നീ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ എത്രത്തോളം നിലനിൽക്കണം എന്നിത്യാദിയുള്ള ഉപദേശങ്ങൾ നിറഞ്ഞ ഒരു അധ്യായമാണ് 2 തീമോഥെയോസിൻ്റെ ലേഖനം എന്ന് പറയുന്നത്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുന്ന വ്യത്യസ്തമായ ലേഖനങ്ങളിലൊന്നാണ്. പക്ഷേ അതിനകത്ത് നാം കാണാൻ കഴിയുന്ന, അതിനകത്ത് തീമോഥെയോസിൻ്റെ 2ാം ലേഖനത്തിനകത്ത് ഒത്തിരി പ്രത്യേകതകളുണ്ടെങ്കിലും അതിനകത്ത് ഏറ്റവും കാതലായ അധ്യായമെന്ന് പറയുന്നത് 2ാം അധ്യായമാണ്. ഞാൻ നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു എന്നൊക്കെ വ്യത്യസ്തമായി പിന്നത്തെ പൗലൂസ് പറയുന്നുണ്ടെങ്കിലും പൗലൂസും തൻ്റെ നിജപുത്രനായ തീമോഥെയോസും തമ്മിലുള്ള ബന്ധവും അല്ലെങ്കിൽ തീമോഥെയോസിൻ്റെ വിളി സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തീമോഥെയോസ്, എഫെസോസ് സഭയുടെ അധ്യക്ഷനായി അല്ലെങ്കിൽ ദൈവദാസനായി ഇരിക്കുന്ന തീമോഥെയോസിന് താൻ അവസാനം തൻ്റെ വിളി അല്ലെങ്കിൽ തൻ്റെ നിജപുത്രനായ തീമോഥെയോസിൻ്റെ വിളിയെപ്പറ്റി ഓർമ്മപ്പെടുത്തിയിട്ട് അതിനകത്ത് പറയുന്നൊരു പദമാണ് നാം കുറിവാക്യമായി വായിച്ചത്. 2ാം അധ്യായം അതിൻ്റെ 1ാം വാക്യം മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ആ വേദപുസ്തകത്തിനകത്ത് 2:1 മുതൽ നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അവിടെ ആരംഭിക്കുന്നത് 2:1 ആരംഭിക്കുന്നത് എൻ്റെ മകനെ എന്നാണ്, എന്നൊരു അഭിസംബോധനയിലാണ് അധ്യായം ആരംഭിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് തീമോഥെയോസിൻ്റെ 2ാം ലേഖനത്തിനകത്ത് പൗലൂസ് പറയുന്ന 7 വിധത്തിലുള്ള കോളിങ്ങുകൾ കാണാൻ കഴിയും. ഏതു വിധത്തിലുള്ള കോളിങ്ങുകൾക്കാണ്? ഒന്നാമത്തെ തീമോഥെയോസിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, തീമോഥെയോസേ, ദൈവം നിന്നെ വിളിച്ചത് മകനായിട്ടാണ്. മകനായിട്ടുള്ളൊരു വിളി. പൗലൂസ് പറയുകയാണ്, എൻ്റെ മകനെ തീമോഥെയോസിനെ. 7 തരത്തിലുള്ള കോളിംഗ് കാണാൻ കഴിയുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത്തതാണ് മകനാകാനുള്ള വിളി. 2ാമത്തത് താം തുടർമാനമായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നു നല്ല പഠനാകാനുള്ള വിളി. അത് കഴിഞ്ഞ് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നുണ്ട് പട ചേർത്തവനെ പ്രസാദിപ്പിക്കാനുള്ള വിളി. ആ വാചനം നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. മൂന്നാമതൊരു വിളിയുണ്ട്, മല്ല് കെട്ടാനുള്ള ഒരു വിളി. കൃഷിക്കാരനായിട്ടുള്ള വിളി. ഇങ്ങനെ 7 തരത്തിലുള്ള കോളിങ്. അതിനകത്ത് അവസാനം എത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അവസാനത്തെ കോളിങ് മാനപാത്രമാകാനുള്ളൊരു വിളി. മാനപാത്രമാകാനുള്ള, മാന്യതയുടെ ഒരു പാത്രമാകാനുള്ള ഒരു വിളി. ഈ ആഴമേറിയ വിളികൾ, ഈ 7 കോളിങ്സ് എന്നാണ് തിയോളജിയന്മാർ അധ്യായത്തെ പറയുന്നത്. 7 തരത്തിലുള്ള വിളികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യായമാണ് തീമോഥെയോസിന്റെ 2ാം ലേഖനം 2ാമത്തെ അധ്യായം. അതിനകത്ത് ശക്തമായി പറയുന്നുണ്ട്, കാലഘട്ടത്തിനകത്ത് പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ഈ വിളി നിങ്ങൾ മറന്നു പോകരുത്. ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോഴും എന്തോ നേടാൻ വന്നതല്ല, മകനായി വിളിച്ചത് കൊണ്ടുവന്നതാണ്. അപ്പനെ ആരാധിപ്പാൻ, അപ്പനെ സ്തുതിപ്പാൻ, അല്ലെങ്കിൽ അപ്പൻ്റെ സാന്നിധ്യം അനുഭവിക്കാനാണ് ഈ നിമിഷം നാം വന്നത്. സന്തോഷമുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കണം. കാരണം ആഴമേറിയൊരു പുത്രത്വത്തിൻ്റെ, എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ആ സബ്ജക്റ്റൊക്കെ ആഴമായി പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഒരു സബ്ജക്റ്റാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഷിപ്പ്, പുത്രത്വം എന്ന് പറയുന്ന ആശയം. അത് തീമോഥെയോസിൻ്റെ ലേഖനത്തിൽ നിന്നടുത്താണ് ഞാൻ പ്രസംഗിക്കുന്നത്. മല്ലുകെട്ടാനുള്ള വിളി, പുത്ര
പുത്രത്വത്തിൻ്റെ വിളി, ഇതൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളത്. എൻ്റെ പ്രസംഗങ്ങളിൽ കാതലായ ഒരു സബ്ജക്റ്റായിരുന്നു. വർഷങ്ങൾ ഞാൻ വിവിധ വേദികളിൽ ഈ സന്ദേശം കൈമാറിയിട്ടുണ്ട്. കാരണം അത്രയ്ക്കും പ്രധാനമായൊരു അധ്യായമാണിത്. അത്രയ്ക്കും പ്രധാനമായൊരു അധ്യായമാണിത്. കാരണം ഒരു ക്രിസ്തു ഭക്തനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ 7 വിളി ദൈവം വിളിച്ചിട്ടുണ്ട്. ഈ വിളി പൂർത്തീകരിച്ചാലേ നമുക്ക് പറയാൻ കഴിയും, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി എനിക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു കിരീടം ഉണ്ടെന്നൊരു ക്രിസ്തു ഭക്തന് പറയണമെങ്കിൽ ഈ വിളിക്കനുസരിച്ച് സഞ്ചരിക്കണം. ഈ വിളിക്കനുസരിച്ച് ചലിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തീയ ജീവിതം വിജയിക്കാൻ കഴിയും. ആ 7 വിളി പറയുമ്പോൾ 13ാമത്തെ വാക്യത്തിനകത്ത് നാം വായിച്ച കുറിവാക്യം എങ്ങനെയാണ്? നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, അവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. തിമോത്തിയോസിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, തിമോത്തിയോസേ, 7 വിളിയാ നിന്നെക്കുറിച്ച് ദൈവം കണ്ടിരിക്കുന്നത്. ഞാൻ മരിക്കും, ഞാൻ പാനീയയാഗമാകും, എൻ്റെ യാത്ര അവസാനിച്ചു, ക്രിസ്തുവിന് വേണ്ടി ഞാൻ നല്ല പോർ പൊരുതി, എൻ്റെ ഓട്ടമൊക്കെ ഞാൻ തീർത്തു, ഞാൻ പൂർത്തീകരിച്ചു. ഈ ലേഖനം എഴുതുന്ന സമയത്ത് ചരിത്രകാരന്മാർ വേദപണ്ഡിതാക്കൾ പറയുന്നത് പൗലൂസിന്റെ കഴുത്തറുത്തു മാറ്റാനുള്ള ഈർച്ചവാളിന്റെ മൂർച്ച കൂട്ടുന്ന ശബ്ദം പൗലൂസിന് കേൾക്കാമായിരുന്നു. എന്ന് പറഞ്ഞാൽ മരണം തൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ഭക്തനോട്, അല്ലെങ്കിൽ തൻ്റെ നിജപുത്രനോട് അവസാനം കൈമാറുന്നൊരു പദമാണ് വായിച്ചത്. നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനല്ലയോ. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയട്ടെ, നമ്മൾ അവിശ്വസ്തരായിരുന്നാലോ ദൈവം വിശ്വസ്തനാണ് കേട്ടോ. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ആരെല്ലാം അവിശ്വസ്തരായി മാറിയാലോ ഇന്ന് പകൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് നമ്മുടെ ആരാധിക്കുന്ന കർത്താവാണ്. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. കാരണം നാം അവിശ്വസ്തനായി തീർന്നാലും അവൻ വിശ്വസ്തനല്ലയോ. എൻ്റെ ദൈവം വിശ്വസ്തനായത് എന്തോ നിനക്ക് തരാൻ വേണ്ടി മാത്രമല്ല, എന്തോ നിനക്ക് കൈമാറാൻ വേണ്ടി മാത്രമല്ല, എന്തോ ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് തരാൻ വേണ്ടി മാത്രമല്ല. ദൈവം വിശ്വസ്തനായത് ഇറ്റ്സ് ഹിസ് ക്യാരക്ടർ, അതവൻ്റെ സ്വഭാവമാണ്. ഹല്ലേലൂയ. അതവൻ്റെ സ്വഭാവമാണ്, അതവൻ്റെ ശൈലിയാണ്. ആരെല്ലാം മാറിയാലും അവൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ഈ പകൽ ഉറപ്പിച്ചും തറപ്പിച്ചും ഒരു ദൂത് ഞാൻ കൈമാറാം. മനുഷ്യർ മാറിയാലും എൻ്റെ കർത്താവ് മാറില്ല. ഏതു പ്രതികൂലത്തിൻ്റെ നടുവില് എൻ്റെ കർത്താവ് മാറത്തില്ല കേട്ടോ. ഇന്ന് പകൽക്കാലം പട്ടുമിത്തയിൽ കിടന്നല്ല പറയുന്നത് ദൈവം വിശ്വസ്തനെന്ന്. നാം അവിശ്വസ്തനായി തീർന്നാൽ എൻ്റെ ദൈവം വിശ്വസ്തനാണ്, അവൻ്റെ സ്വഭാവം മാറില്ല എന്ന് പറയുന്നത് പട്ടുമെത്തയിൽ കിടന്നല്ല, ഏതോ ക്രൂസൈഡിൽ പ്രസംഗിച്ചപ്പോഴല്ല, ആയിരങ്ങളുടെ ക്രൗഡിന്റെ മുൻപിൽ നിന്നപ്പോഴല്ല, മരണം മുഖാമുഖമായി കിടന്നു, കൈകാലുകൾ ബന്ധിക്കപ്പെട്ട് കാരാഗ്രഹത്തിനകത്താമേ അടയ്ക്കപ്പെട്ട് തന്നെ അറുത്തു മാറ്റേണ്ടതിന്, തന്റെ ശിരസ് ഛേദിക്കേണ്ടതിന് ഈർച്ചവാളും മൂർച്ച കൂട്ടുന്ന ശബ്ദം ഉയരുമ്പോൾ പൗലൂസ് എഴുതുകയാ, തിമോത്തിയോസേ, നാം അവിശ്വസ്തനായി തീർന്നാൽ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഈ പകൽ എത്ര പേർക്ക് ഹൃദയം തുറന്ന് ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയും? ഇന്ന് പകൽ മരണത്തിന്റെ താഴ്വരയ്ക്കകത്ത് നിൽക്കേണ്ടി വന്നാലും പറയണ, എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനാണ്, എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനാണ്. അവൻ നല്ലത് മാത്രമേ എനിക്ക് ചെയ്തിട്ടുള്ളൂ, എന്നെ തകർക്കാ അവനൊന്നും ചെയ്തിട്ടില്ല. അവൻ ഞാൻ നശിച്ചു പോകാ, എൻ്റെ ദൈവം എനിക്കൊന്നും ചെയ്തിട്ടില്ല. ഈ പകൽക്കാലം എൻ്റെ ജീവിതത്തിനകത്ത് വന്ന സകലതും നന്മയ്ക്കായാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ,
ഉയർച്ച താഴ്ചകൾ വരുമ്പോൾ, ഒറ്റപ്പെടലുകൾ വരുമ്പോൾ നമ്മൾ പറയരുത് കേട്ടോ, ദൈവം അവിശ്വസ്തനാണെന്ന്. ദൈവം വാക്ക് പറഞ്ഞിട്ട് മാറിയെന്ന് ഇന്ന് പകൽക്കാലം നിനക്കതിന് പറയാൻ കഴിയില്ല. കാരണം വിശ്വസ്തത അവൻ്റെ സ്വഭാവമാണ്. വിശ്വസ്തത അവൻ്റെ സ്വഭാവമാണ്. അവൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഒരു ഉറപ്പ് ഞാൻ പറയാ, നീ അവിശ്വസ്തനായി മാറിയാൽ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. 2025 എത്രയോ പ്രാർത്ഥന മറന്നു, എത്രയോ ആരാധന മറന്നു, എത്രയോ ദൈവവുമായുള്ള ബന്ധത്തിൽ നകന്നു. എന്നിട്ടും ഇന്ന് പകൽക്കാലം ഒന്നിനും കുറവില്ലാതെ എൻ്റെ ദൈവം നടത്തുന്നുണ്ടെങ്കിൽ അവനെ ഈ പകൽക്കാലം സ്തുതിച്ചേ മതിയാകൂ, ഈ പകൽക്കാലം ആരാധിച്ചേ മതിയാകത്തുള്ളൂ. കാരണം എൻ്റെ ദൈവ വിശ്വസ്തനായ ദൈവമാണ്. ശക്തിയോടെ കരമടിച്ച് എൻ്റെ ദൈവത്തിന് നന്നായി ഒരു ആരാധന കൊടുത്താട്ടെ. ഈ പകൽക്കാലം ആഴമാ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ആരൊക്കെ പറയുന്നു, പാസ്റ്റർ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ അവിശ്വസ്തനായി പോയപ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് വിശ്വസ്തനായിരുന്നു. അതേ പ്രിയരെ, ഇന്ന് പകൽക്കാലം നാം ജീവനോടിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. നാം നശിച്ചു പോകാത്തത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഇന്ന് പകൽക്കാലം നിന്റെ കൂടാരത്തിന് നേരെ ആഞ്ഞടിച്ച പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിന്റെ ജീവിതത്തെ തകർത്ത് കളയാത്തത് എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. നീ ഒറ്റപ്പെട്ടപ്പോൾ നീ തകർന്നു പോകാത്തത് എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഇന്ന് രാത്രി അകം തിളയ്ക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ ദൈവത്തിന് നല്ല ആരാധന കൊടുത്താട്ടെ. അടകം ഇന്ന് രാത്രി പൗലോസിന് ഈ ലേഖനം എഴുതാമെങ്കിൽ, ഈ വാക്കുകൾ ഉച്ചരിക്കാമെങ്കിൽ നമുക്ക് എത്രയധികം പറയാൻ കഴിയും. ഈർച്ചവാൾ മൂർച്ച കൂട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഭക്തൻ പറയുക, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം വിശ്വസ്തനായിരുന്നു, എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം വിശ്വസ്തനായിരുന്നു. അവൻ്റെ സ്വഭാവം മാറിയിട്ടില്ല, അവൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. ഇന്ന് പകൽക്കാലം ഈ വചനം വിശ്വാസയോഗ്യമാണ് എന്ന് പൗലോസിന് പറയാമെങ്കിൽ, ഇന്ന് പകൽക്കാലം ചങ്കിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ഇത്രത്തോളം വഴി നടത്തുന്ന, പലപ്പോഴും അവിശ്വസ്തനായിട്ട് വിശ്വസ്തയോടെ വഴി നടത്തുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഈ വചനം ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞത്, കുഞ്ഞെ, ഞാൻ നിന്റെ ജീവിതത്തിൽ വിശ്വസ്തന, ഞാൻ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പാമേ വിശ്വസ്തന. എത്ര പരാജയങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് നീ വന്നെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം അത് നിന്റെ ദൃഷ്ടിയിൽ ഇന്ന് പകൽക്കാലം ഞാൻ അറിയാത്തതൊന്നും നിന്റെ ജീവിതത്തിനകത്ത് വന്നിട്ടില്ല. പൗലോസ് പറയുക, എൻ്റെ കഴുത്ത് നാളെ അറുത്തു മാറ്റു, ഞാനൊരു പാനീയ യാഗമായി മാറാൻ പോകുകയാണ്. ഞാൻ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, പക്ഷെ എങ്കിലും അവൻ എൻ്റെ ജീവിതത്തിൽ വിശ്വസ്തന. അവൻ്റെ സ്വഭാവം വിശ്വസ്തതയാണ്, അവന് മാറ്റം വന്നിട്ടില്ല. അസാധാരണമായൊരു സാന്നിധ്യം ഇതിനകത്ത് ആഴമായി വെളിപ്പെടുക. വേദന അനുഭവിക്കുന്ന ആരോഗ്യ ദൈവം ചേർത്ത് പിടിക്കുക. ഒരു കോഴി തന്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ, ഒരു കഴുകൻ ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മുകളിൽ പറക്ക പഠിപ്പിക്കുന്നത് പോലെ ഈ പകൽക്കാലം എൻ്റെ ദൈവം ഫിലവിന് വേണ്ടി പരിശീലിപ്പിക്കുക. എൻ്റെ ദൈവം നിന്നെ മറയ്ക്കുകയാണ്, എൻ്റെ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുക, എൻ്റെ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുക. ഇതുവരെ കാണാത്ത ചില ദൈവമകത്ത് കുഞ്ഞ് നിന്റെ കണ്ണുകൊണ്ട് കാണാ, ഈ തലമുറയിൽ നിന്നെ കാണിപ്പോ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ചില ദിവസങ്ങൾ ഉപവാസത്തോടെയൊക്കെ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവിനോട് ഇടപെട്ടതാ. നീ അവിശ്വസ്തനായിരുന്നിട്ടും ഞാൻ നിന്റെ ജീവിതത്തിൽ വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കണ്ട. ഇന്ന് പകൽക്കാലം ഇത് ഞാൻ പ്രസംഗിക്കുമ്പോഴും നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തേ. മരണം മുന്നിൽ കാണുമ്പോൾ, ഈർച്ചവാൾ മൂർച്ച കൂട്ടുമ്പോൾ, ഒരു പാനീയയാഗമായി പൗലോസ് മാറുമ്പോൾ, ഇതിനു മുമ്പ് തിമത്തിയോസിനോട് പറയുക, തിമത്തിയോസേ, നീ അവിശ്വസ്തനായിരുന്നിട്ടും എൻ്റെ ദൈവം വിശ്വസ്തനായിരുന്നു.
എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത അതവൻ്റെ സ്വഭാവമാണ്. അതവൻ്റെ സ്വഭാവമാണ്. അത് മാറ്റമില്ലാത്തതാണ്. ഈ പകൽക്കാലം അമ്മ മാറിയാലും അപ്പൻ മാറിയാലും ഭാര്യ മാറിയാലും ഭർത്താവ് മാറിയാലും ഉലകത്തിലേത് മനുഷ്യൻ മാറിയാലും മാറാത്തൊരു കർത്താവുണ്ട്. നിന്നെ വിശ്വസ്തയോടെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തത എന്നെ വലിയവനാക്കി. എന്നെ രാജസിംഹാസനത്തിൽ കൊണ്ടുവന്നത് എൻ്റെ കുടുംബ മഹിമയല്ല, എൻ്റെ ശ്രേഷ്ഠതയല്ല, ഞാൻ ആരാധിച്ചത് കൊണ്ടല്ല, ഞാൻ പാടിയത് കൊണ്ടല്ല, ഞാൻ കിന്നരം വായിച്ചത് കൊണ്ടല്ല. എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത കാട്ടിൽ കിടന്ന എന്നെ രാജസിംഹാസനത്തിലിരുത്ത എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു. ഈ പകൽക്കാലം നീ അവിശ്വസ്തനായിരുന്നിട്ട് എൻ്റെ ദൈവം നിന്നെ സ്നേഹിച്ച് ചേർത്ത് നിർത്തിയതിന് കാരണം എന്തെന്നറിയാമോ? ഇതുവരെ കാണാത്ത ചില ദൈവമഹത്വത്തിലേക്ക് ഇന്ന് പകൽ നിന്നെ കരം പിടിച്ചു കൊണ്ടുപോകാൻ ഈ പകൽക്കാലം പറയാൻ കഴിയുമോ? എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നെ വലിയവനാക്കി, എന്നെ വലിയവനാക്കി, എന്നെ വലിയവനാക്കി. പ്രിയരെ, രാജാവാ പറയുന്നേ രാജസിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് സങ്കീർത്തനം പാടുന്നത്. ദാവീദ് പറയുക, എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നെ വലിയവനാക്കി. എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നെ വലിയവനാക്കി. ഈ പകൽ അങ്ങനെ ഒന്ന് പറയാൻ കഴിയുമോ? എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത ഏതുവരെ കൊണ്ടുവന്ന്? ഒത്തിരി ശൂന്യതകളുണ്ട്, ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്, ഒത്തിരി ഇല്ലായ്മകളുണ്ട്, ഒത്തിരി ഒറ്റപ്പെടലുകളുണ്ട്. പക്ഷെ എൻ്റെ ദൈവം പറയുക, ഇന്ന് പകൽക്കാലം ഇതുവരെ ഞാൻ നിന്നെ വഴി നടത്തിയില്ലേ, ഇനി നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലതിലേക്കും വഴി നടത്താൻ എൻ്റെ ദൈവം ശക്തനാ, എൻ്റെ ദൈവം മതിയായവനാ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുക. ആ പദമൊന്ന് പറയാമോ? എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നെ വലിയവനാക്കി. എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത എന്നെ വലിയവനാക്കി. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവം നിന്നോട് വിശ്വസ്തത കാണിച്ചാൽ നീ എത്ര അവിശ്വസ്തനാണെങ്കിലും എൻ്റെ ദൈവം മടക്കി കൊണ്ടുവരും. ദൈവത്തെ വിട്ടോടാൻ കഴിയില്ല, ദൈവത്തെ മറന്ന് ജീവിക്കാൻ കഴിയില്ല, ദൈവത്തെ വിട്ടോടാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് പൗലോസ് ഒരിക്കൽ ദാവീദ് എന്നെ പറയുന്ന ഒരു പദമുണ്ട്, അവൻ എൻ്റെ മുൻപും പിൻപും അടച്ചു. നീ ദൈവസന്നിധിയിൽ അവിശ്വസ്തനാകുമ്പോൾ നിന്റെ മുൻപും പിൻപും ഒക്കെ ദൈവം ചിലപ്പോൾ അടയ്ക്കും. ദൈവം അടയ്ക്കും. താങ്ങാൻ കഴിയാത്ത ഭാരങ്ങൾ നിന്റെ മുൻപിൽ വെളിപ്പെടും. എന്തിനു വേണ്ടി? നിന്നെ വിശ്വസ്തനാക്കി മടക്കി കൊണ്ടുവരാം. നിലേ എവിടെ വീണിരിക്കുന്നു എന്ന് തിരിഞ്ഞു മാനസാന്തരപ്പെട്ട് മടങ്ങി വരാ വചനം പറയുന്നു. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത വലിയവനാക്കി. ഹല്ലേലൂയ. പ്രിയരെ, നമ്മളെപ്പോഴും ദാവീദിനെ പറയുന്നത് അവൻ ചെയ്ത പാപത്തെ വച്ച് നമ്മൾ ദാവീദിനെതിരെയൊക്കെ പറയാറുണ്ട്. പക്ഷേ ഞാൻ ആത്മാവിൽ പറയാം, ദാവീദിനെ ദൈവം തൻ്റെ അവസാന നാളിൽ വിളിച്ചത് എൻ്റെ ഹൃദയ പ്രകാരമുള്ള മനുഷ്യൻ, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദാവീദിനെ വിളിച്ചത് കേട്ടോ, എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുവൻ്റെ ജീവിതത്തിൽ ദൈവം അവൻ്റെ ജീവിതത്തിൽ വിശ്വസ്തനായിരുന്നാൽ നമ്മുടെ അവിശ്വസ്തതകളെയൊക്കെ മാറ്റി ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിനകത്ത് തളത്തിൽ ദൈവം സംസാരിച്ചൊരു സന്ദേശമാണ്, എടാ ഞാൻ നിനക്ക് വിശ്വസ്തനാ, ഞാൻ നിനക്ക് വിശ്വസ്തനാ. നീ പോയി പറ, ചിലരോട് പറ, അവരുടെ ജീവിതത്തിൽ ഞാൻ വിശ്വസ്തനാണ്, ഞാൻ വിശ്വസ്തനാണ്, ഞാൻ വിശ്വസ്തനാണ്. അവരിൽ അവിശ്വസ്തതകൾ കണ്ടേക്കാം, അവരെന്നെ വിട്ട് ഓടാൻ ശ്രമിച്ചേക്കാം, എന്നെ വിട്ട് അകലാൻ ശ്രമിച്ചേക്കാം. പക്ഷേ എനിക്ക് മാറാൻ കഴിയില്ല. കാരണം അതെൻ്റെ സ്വഭാവമാണ്, അതെൻ്റെ സ്വഭാവമാണ്. എനിക്കത് മാറ്റാൻ കഴിയില്ല. അന്ന് പകൽക്കാലം ഞാൻ ആരോടൊക്കെ ദൈവം കൃത്യമായി ഇടപെടുക, കുഞ്ഞെ ഞാൻ നിന്നോട് വിശ്വസ്തനാകാമെന്ന് പറഞ്ഞെങ്കിൽ അത് മാറ്റമില്ലാത്തതാണ്. കാലങ്ങൾ മാറിയാലും മനുഷ്യർ മാറിയാലും എൻ്റെ ദൈവത്തിൻ്റെ വാക്കു മാറത്തില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, എന്നോടുള്ള വിശ്വസ്തത എൻ്റെ ദൈവം മാറത്തില്ല.
ഹല്ലേലൂയ. പ്രിയരെ, എൻ്റെ ദൈവം വിശ്വസ്തനാണെങ്കിൽ ഒരു ഉറപ്പ് ഞാൻ ഈ പകൽക്കാലം പറയാം. അവൻ പറഞ്ഞ വാഗ്ദത്തം മാറില്ല. അവൻ നിന്നോട് കൈമാറിയ വാഗ്ദത്തം മാറില്ല. ആരെല്ലാം മാറിയാലും എൻ്റെ ദൈവം പറഞ്ഞ വാഗ്ദത്തം മാറില്ല. 2025 ഒരു ദൂത് എന്നോട് ദൈവാത്മാവ് കൈമാറാൻ പറയുന്നു. ഈ 7ാമത്തെ മാസം നിന്നുകൊണ്ട് ആത്മാവ് പ്രവചിക്കാൻ പറയുന്നു. ചില ദിവസങ്ങൾക്കകം ആശ്ചര്യപ്പെടത്തക്ക രീതിയിൽ ചില ദൈവത്തിൻ്റെ മകത്ത് ചില കൂടാരങ്ങൾക്കകത്ത് വെളിപ്പെടുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത നിന്നിൽ വിളിച്ചു പറയത്തക്ക രീതിയിൽ ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന്, ഞാനാണ് നിന്നെ വഴി നടത്തുന്നു എന്ന് ചിലർ കാണുക. എൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഈ പകൽക്കാലം വെളിപ്പെടുന്നു. ആഴമായൊരു ദൈവശബ്ദം എൻ്റെ കാതുകളിൽ കേൾക്കുകയാണ്. ഇന്ന് പകൽ നീ ഏറ്റെടുത്താലും ഇല്ലേലും ഈ പകൽക്കാലം ഞാൻ അതങ്ങനെ സ്വീകരിക്കുകയാണ്. ഇതുവരെ കാണാത്ത ചില ദൈവപ്രവൃത്തി, ഇതുവരെ കാണാത്ത ചില ദൈവപ്രവൃത്തി ശൂന്യമായിട്ട് ഈ ആലയത്തിൽ കയറി വന്നത്, എല്ലാം തകർന്ന് ഇതിനകത്ത് കയറി വന്നത്, ഈ 3ാമത്തെ ഫ്ലോർ വരെ നീ കയറി വന്നത് എല്ലാം തകർന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് എന്നോട് കൃത്യമായി ഇടപെടുന്നു. ചിലതിനെ ആത്മാവ് വാഗ്ദത്ത നിവർത്തിയിലേക്ക് നടത്തുന്ന ചില ദൈവപ്രവൃത്തിയുടെ രാത്രികൾ ഈ പകൽക്കാലം വെളിപ്പെടുകയാണ്. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് വായ്കളെ തുറന്ന് ദൈവത്തെ ആരാധിച്ചു തുടങ്ങട്ടെ. ലൈവിലൂടെ എന്നെ കാണുന്നവർ ഏത് ലോക രാജ്യത്തിലിരുന്ന് ഈ ശബ്ദം കേട്ടാലും ഇനി ശ്രമിച്ചാലും ഇന്ന് പകൽ ദൈവാത്മാവ് എന്നോട് കൈമാറാൻ പറയുന്നു. ഞാൻ നിന്റെ ജീവിതത്തിൽ വിശ്വസ്തനെന്ന് തെളിയിക്കുന്ന ചില ആഴമേറിയ ശബരബല ഹച്ചബാല ഹട്ടബാല വൈഡമാല ഹട്ടരാധ രംശബാല ഘടകബാല വൈഡബാല ശാരധാര വൈഡബാല ഹർത്തരാധ റീഖമാന വൈഡമാന ശരാധ ലൈഖരേഖെ മീര ധൂര ധാര 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 അക്ഷരീരമായ ഒരു കരം ചിലതിനെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുക, ചിലവിനെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുക. ഇരുന്നു പോയ ഇടത്തുനിന്ന് എന്നെ ദൈവം ചിലവിനെ എഴുന്നേൽപ്പിക്കുക. ഈ സന്ധ്യാസമയത്ത് ദൈവം ചിലവിനെ തൊടുകയോ ഇവിടെ പ്രസംഗിക്കുമോ ദൈവത്തിന്റെ മഹത്വം ചില ദേശങ്ങൾക്കകത്ത് വെളിപ്പെടുകയോ, ചില വ്യക്തികൾക്കകത്ത് വെളിപ്പെടുകയോ, ചിലവിനെ എൻ്റെ ദൈവം മടക്കി കൊണ്ടുവരികയോ, ചിലവിനെ എൻ്റെ ദൈവം തിരിച്ചു പിടിക്കുക. എൻ്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ പകൽക്കാല വാഴമായി വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ചു വായ്കളെ തുറന്ന് എൻ്റെ ദൈവത്തിന് ആരാധന കൊടുത്താട്ടെ. ഓ റിബാരാബ റിഖമാന ഹക്ഷബാല ഹടഗദ്വാര അർത്ഥരാധ റിഖമാന ചാര ധാര 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 ധാരം ധാര ഓ ശാബറാഖോറ റിബാലഗട ശരാറുകൾ. പ്രിയരെ, ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. 7ാം മാസം ആത്മാവിൽ പ്രവചിക്കുക. ചില ദിവസങ്ങൾക്കകം ചില പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടുക. എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം, വിശ്വസ്തത അവൻ്റെ സ്വഭാവ, അതിന് മാറ്റമില്ല. ദൈവം പറഞ്ഞ വാക്കുകൾ മാറില്ല. അവൻ വാക്ക് പറഞ്ഞാൽ മാറില്ല. കാരണം അവൻ വിശ്വസ്തനാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഇന്ന് പകൽ ആത്മാവിൽ പ്രവചിക്കുക. ചില ദിവസങ്ങൾക്കകം ചില മണിക്കൂറുകൾക്കകം ചില പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു ആഴമേറിയ സ്പർശനം ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചെയ്യുകയാണ്. വിശ്വസിക്കാമെങ്കിൽ അത് സ്വീകരിക്കുക. ഈ പകൽ ഈ പ്രാർത്ഥന നിന്റെ ചരിത്രത്തെ തിരിക്കുന്നു, ചരിത്രത്തെ തിരിക്കുന്നു, ചരിത്രത്തെ തിരിക്കുന്നു. ഇതുവരെ കാണാത്ത ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുത്തുന്ന
ശബാരദലഗടക റിഖമനദരഗടക റീഥരഗൽഖമാനദരഗടക ശറാരഗൽഖബ റിഗംധരാരിഗൽഖബ. പ്രിയരെ, വചനം പറയുന്നു വിശ്വസ്തത എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം. ആ പദം എന്ന് പറഞ്ഞേ, വിശ്വസ്തത എൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവം. എൻ്റെ ദൈവത്തിന് സ്വഭാവത്തിന് മാറ്റം ഉണ്ടോ? ഹലോ, അവൻ്റെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടോ? അതുകൊണ്ട് അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. ഉറപ്പുണ്ടെങ്കിൽ കരമുയർത്തി പറ, എൻ്റെ ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. ഹല്ലേലൂയ. ആര് മാറിയാലും കൂടെ കാണുമെന്ന് കരുതിയവർ തിരിഞ്ഞു നോക്കിയില്ലേലും, ചേർത്ത് പിടിച്ചവർ മാറിയാലും, സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞവർ മാറിയാലും, ഉലകത്തിൽ ആര് മാറിയാലും എൻ്റെ ദൈവം വിശ്വസ്തൻ. പ്രിയരെ, ദൈവത്തിന്റെ വിശ്വസ്തത പറയാൻ ഒത്തിരി അധ്യായങ്ങളുണ്ട്. വേദപുസ്തകത്തിനകത്ത് ഒത്തിരി ഭക്തന്മാരുടെ ചരിത്രം, ഒത്തിരിയല്ല, സകല ഭക്തന്മാരുടെ ജീവിതത്തിലും ദൈവത്തിന്റെ വിശ്വസ്തത കാണാം. ഇതിനകത്ത് വന്നിരിക്കുന്ന നമ്മിലും വിശ്വസ്തത കാണാം. പക്ഷെ ഏറ്റവും വലിയ വിശ്വസ്തത എന്നെ ഹൃദയത്തെ സ്പർശിച്ച ചില സമയത്തൊക്കെ ഇതൊന്നു, ഈ വചനം ഞാൻ ധ്യാനിച്ച സമയത്ത് മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും വിശ്വസ്തത കാണിച്ച ഒരു വ്യക്തിയെ വേദപുസ്തകത്തിനകത്തുണ്ട്. 1-2 പദങ്ങൾ മാത്രം ഞാൻ പറഞ്ഞ് വേഗത്തിൽ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിനകത്ത് എൻ്റെ കാഴ്ചപ്പാട്, നിങ്ങൾ പണങ്ങരുത്, ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ആയിരിക്കാം, പക്ഷെ ദൈവാത്മാവ് ആ വചനം എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ വിശ്വസ്തത ആഴമായി വെളിപ്പെട്ട ഒരു ഭക്തനാണ് മോശ. ഞാൻ കഴിഞ്ഞ ഡെലിവറൻസ് മീറ്റിങ്ങിനാണെന്ന് തോന്നുന്നു, ഇതേ ഹാളിൽ നിന്ന് പറഞ്ഞു, മോശ എന്ന വാക്തത്വം ഒഴുകിപ്പോയി, നൈലിൽ ഒഴുകിപ്പോയി. മോശയുടെ പെങ്ങൾ അവൻ എന്ത് ഭവിക്കുമെന്ന് കരുതി അവൾ നോക്കി നിന്നു. വിദൂരതയിൽ ഒഴുകിപ്പോകുന്ന വാക്തത്വം എന്ന് പറഞ്ഞാൽ കയ്യിലുണ്ടായിരുന്നതാ, ഇന്ന് കയ്യിലില്ല, ഒഴുകുകയാ. പക്ഷെ വചനം പറയുന്നു, മോശയെ മിസ്രൈമിലെ രാജകൊട്ടാരത്തിൽ വളർത്തി. അമ്മേ, അവനൊരു വാക്തത്വമായതുകൊണ്ട് ഒരു രാജാവിൻ്റെ മകൻ എങ്ങനെ വളരുന്നതോ അതുപോലെ രാജകൊട്ടാരത്തിൽ മോശ വളർന്നു. പക്ഷെ വചനം പറയുന്നു 40 വർഷം കഴിഞ്ഞപ്പോൾ മോശ മിസ്രൈം വിട്ടു. അവൻ തിരഞ്ഞെടുത്തൊരു തിരഞ്ഞെടുപ്പുണ്ട്. എബ്രായ ലേഖനം പറയുന്നു, മിസ്രൈമിൻ്റെ ഭണ്ഡാരത്തെക്കാൾ ഇസ്രായേൽ ജനത്തിൻ്റെ നിന്ന അവൻ തിരഞ്ഞെടുത്തു. 3 തരത്തിലുള്ളൊരു തിരഞ്ഞെടുപ്പുണ്ട്. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന പദവി വിട്ടിട്ട് ദൈവജനത്തോട് കഷ്ടം സഹിക്കാൻ അവൻ തിരഞ്ഞെടുത്തു. ശ്രദ്ധിക്കണേ, നമുക്കൊക്കെ ആണെങ്കിൽ ഒരാശ്വാസം കിട്ടിയാലേ നമ്മൾ ദൈവത്തെ വിട്ട് ഓടും. ഇന്ന് കാണുന്ന ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. കൈയടിക്കാൻ ആളുണ്ട്, പാടാൻ ആളുണ്ട്, പ്രാർത്ഥിക്കാൻ ആളുണ്ട്, പക്ഷെ എത്രത്തോളം ഇതിനകത്ത് വരുന്നവരിൽ വിശ്വാസം ഉണ്ടെന്ന്, അത് ദൈവത്തിന് മാത്രമേ. എന്തിനു വരുന്നതെന്ന് പോലും അറിയാത്ത കുറേ എണ്ണം ഉണ്ട്. ആരൊക്കെ തള്ളിവിട്ടത് കൊണ്ട് വന്നിരിക്കുന്നവരും ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണേ. പക്ഷെ വചനം പറയുന്നു, മോശ വിട്ടത് അന്ന് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ സിവിലൈസേഷൻ, നാഗരികത വിട്ടാണ് അവൻ ഇറങ്ങിത്തിരിച്ചത്. എന്ന് പറഞ്ഞാൽ അന്ന് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ ഭണ്ഡാരമാണ് മിസ്രൈമിലെ ഭണ്ഡാരം. അത് വേണ്ടെന്ന് പറഞ്ഞ മോശ ഇസ്രായേൽ ജനത്തിനോട് കഷ്ടം അനുഭവിക്കാൻ ഇറങ്ങിത്തിരിച്ചത്. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന പദവി വിട്ടിട്ട് ഇസ്രായേൽ ജനത്തിന് നിന്ന വലിയ ധനമെന്നെണ്ണിയ മോശ ഇറങ്ങിത്തിരിച്ചത്. പ്രിയരെ, വിട്ടത് വലുതാ. വിട്ടേച്ചു വന്നത് വലുതാ. എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സ്വപ്നം കാണാൻ
കഴിയില്ല. അത്രയ്ക്കും വലിയ ശ്രേഷ്ഠത വിട്ടിട്ട ഒരു ഭക്തൻ 40 വർഷം മരുഭൂമി കിടക്കുക. ഹലോ, ഒരു ഭക്തൻ 40 വർഷം മരുഭൂമി കിടക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ആമേ ദൈവത്തിനു വേണ്ടി പലതും വിട്ടു. ഹലോ, ദൈവത്തിനു വേണ്ടി പലതും വിട്ടു, മരുഭൂമി കിടന്നു. 80-ാമത്തെ വയസ്സിൽ മുൾപ്പടർപ്പിൽ നിന്ന് ദൈവം അരുളി ചെയ്തു. ദൈവത്തിൻ്റെ ദൂതൻ അരുളി ചെയ്തു, മോശേ മോശേ, മോസസ് മോസസ്, നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധമാകുക, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക. ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ടു. ഊര്യ വിചാരകന്മാരാലുള്ള അവരുടെ വേദന നിലവിളി ഞാൻ കേട്ടുമിരിക്കുന്നു. ശക്തമേറിയ ഒരു എൻകൗണ്ടർ. ഇതെല്ലാം കേട്ട് മോശ നിൽക്കുമ്പോഴും മോശ പറയുന്നൊരു പദമുണ്ട്, ഇതെല്ലാം സത്യമാണ്, പക്ഷെ നിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഞാൻ പോകാം എന്ന് പറഞ്ഞാൽ ദൈവത്തിനു വേണ്ടി സകലതും വിട്ട് ഇറങ്ങിത്തിരിച്ച് ദൈവ സാന്നിധ്യത്തിന് മാത്രം വില കൊടുത്ത് ഒരായുസ് മുഴുവനും. അങ്ങനെയാണ് വചനം പറയുന്നത്. 40 വർഷം 35 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ ജനത്തെ വഴി നടത്തി. ചുമ്മാ വഴി നടത്തിയതല്ല. ഇസ്രായേൽ ജനം പിറുപിറുത്തപ്പോൾ, അവർ മോശയ്ക്കെതിരെ സംസാരിച്ചത് സാധാരണ വ്യക്തിയൊന്നുമല്ല, സ്വന്തം കുടുംബത്തിനകത്തുനിന്ന്. പുറത്തുനിന്ന് 2 പേര് വന്ന് തല്ലിയിട്ട് പോയാലും നമുക്ക് വലിയ ഭാരമൊന്നും ഇല്ല. നമ്മൾ സഹിക്കും. നമ്മൾ ചേർത്ത് നിർത്തുന്നവർ, നമ്മൾ വളർത്തുന്നവർ, നമ്മേക്കാൾ കൈത്താങ്ങി ഉയർത്തിവിട്ടവർ പലരും നമുക്കെതിരെ തിരിയുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അമ്മേ, ഹല്ലേലൂയ. പക്ഷെ പ്രിയരെ, മോശയ്ക്കെതിരെ തിരിഞ്ഞത് അവന്റെ സ്വന്തം സഹോദരിയാണ്. മിരിയാം മോശയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ, അവളുടെ മുഖത്ത് നെറ്റിയിൽ കുഷ്ഠം പൊങ്ങുമ്പോൾ, ദൈവസന്നിധിയിൽ നിന്ന് മിരിയാമിനെ തള്ളി മാറ്റിക്കളയാ കൽപ്പന ദൈവം കൊടുക്കുമ്പോൾ, ശ്രദ്ധിക്കണമേ, വചനം പറയുന്നു, മോശം നിലമ്പാട് വീണു ദൈവസന്നിധിയിൽ. ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അവളെന്റെ അനിയത്തിയാ, നീ അവളോട് ക്ഷമിക്കണം. ഇസ്രായേൽ ജനം ദൈവത്തിനെതിരെ തിരിഞ്ഞപ്പോൾ ദൈവം അവരോട് കൂടെ വരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവം മാറ്റിക്കളയുമെന്ന് പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, അങ്ങനെ മാറ്റുന്നുണ്ടെങ്കിൽ ഒന്നാമത് എന്റെ പേര് മാറ്റണം എന്ന് പറഞ്ഞാൽ എന്റെ പേര് നീ ജീവന്റെ പുസ്തകത്തുനിന്ന് മാറ്റിയിട്ട് മതി ബാക്കിയുള്ളവരുടെ പേര് മാറ്റുന്നു എന്ന് പറഞ്ഞ ഇവരെല്ലാം മോശയ്ക്കെതിരെ തിരിഞ്ഞപ്പോൾ മോശയുടെ ലക്ഷ്യം ഇവരെല്ലാം വാഗ്ദത്തത്തിന്റെ കനാനിലെത്തണം. അർത്ഥം ഇത്രയേ ഉള്ളൂ, കൊടുത്ത ജോലി ഭംഗിയായി പൂർത്തീകരിക്കണം. മോശയുടെ പിതാക്കന്മാരായ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും കേട്ട വാഗ്ദത്തത്തിന്റെ നാട്ടിലേക്ക് ഈ ജനത്തെ കൊണ്ടുപോകണം. അമ്മേ, പ്രിയരെ, ഈ 40 വർഷത്തെ യാത്ര ഒത്തിരി ഭാരങ്ങളുണ്ടായിരുന്നു. കഴിപ്പാൻ ആഹാരമില്ലാത്ത ദിവസങ്ങൾ, കുടിപ്പാൻ വെള്ളമില്ലാത്ത രാത്രികൾ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? വചനം പറയുന്നു, അവർ കുടിച്ച വെള്ളം മാറയായിരുന്നു. കയ്പ് വെള്ളം കുടിക്കേണ്ടി വന്ന ദിനരാത്രങ്ങൾ. ഇന്ന് പകൽക്കാലം ഇത് പ്രസംഗിക്കുമ്പോൾ അങ്ങനെ ജീവിതത്തിനകത്ത് ആരെങ്കിലും അനുഭവിച്ചവരുണ്ടോ? ഇതെല്ലാം അനുഭവിച്ച് ഇന്ന് പകൽക്കാലം കേട്ടോ, 40 വർഷത്തെ മരുഭൂയാത്ര ശക്തിയോടെ വിശ്വസ്തയോടെ അവൻ ജീവിച്ച് ദൈവജനത്തെ വഴി നടത്തി. മോവാബ് സമനിലത്തിൽ ഇസ്രായേലിന്റെ കൂടാരമടിച്ച് മോവാബോൾ മോശയെത്തിയപ്പോൾ, ഹല്ലേലൂയ, എങ്ങനെയെത്തിയേ? കടിപ്പാൻ ആഹാരമില്ലാത്ത രാത്രികൾ, കുടിച്ച വെള്ളം കയ്പായിരുന്നു, കുടിക്കാൻ വെള്ളം പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ. ഇപ്പോഴെല്ലാം മോശയ്ക്കെതിരെ ജനം തിരിയുക, മോശയ്ക്കെതിരെ പദ്ധതി ഒരുക്കുക, കൂടെ നിന്നവർ മോശയുടെ ശുശ്രൂഷയ്ക്കെതിരെ സംസാരിക്കുക. ഇതെല്ലാം
ഇതെല്ലാം കേട്ടിട്ടും അവൻ ദൈവസന്നിധി വിശ്വസ്തയോടെ ദൈവവേല ചെയ്യുക, ഒരു വിശ്വസ്തയോടെ ചെയ്യുക. അവൻ എന്തുകൊണ്ട് വിശ്വസ്തയോടെ ചെയ്തെന്ന് ചോദിച്ച ഇന്ന് പകൽക്കാലം കേൾക്കണോ? അവനറിയാം എൻ്റെ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ അവൻ നീതിയോടെ വിശ്വസ്തയോടെ ദൈവം തന്ന ജോലി വിശ്വസ്തയോടെ ചെയ്ത ഞാൻ എത്തേണ്ടടുത്ത് എത്തു, നിൽക്കേണ്ടടുത്ത് ഞാൻ എത്തു. എൻ്റെ പിതാക്കന്മാർ കേട്ട ആ വാഗ്ദത്തത്തിലേക്ക് ഞാൻ കാലെടുത്ത് വയ്ക്കുമെന്ന് മോശയ്ക്ക് ഉറപ്പായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും കൊതിച്ച കനാൻ നാട്, എത്തിച്ചേരാൻ കൊതിച്ച കനാൻ നാട് മോശയ്ക്ക് ഉറപ്പായിരുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇവരുമായി അവിടെ എത്തും. പക്ഷെ പ്രിയരെ, വചനം പറയുന്നു ഇത്രയും കഷ്ടതകളും വേദനകളും ഞെരുക്കങ്ങളും അനുഭവിച്ച ഒരു ഭക്തൻ 35 ലക്ഷം പേരെ 40 വർഷം വഴി നടത്തിയ ഭക്തൻ. വചനം ഇങ്ങനെയാണ് പറയുന്നത്, കനാൻ നാട് വിദൂരതയിൽ നിന്ന് കാണാം. ഹലോ, കനാൻ നാട് വിദൂരതയിൽ നിന്ന് കാണാം എന്ന് പറഞ്ഞാൽ മോശ 12 പേരെ വിളിക്കുന്നുണ്ട്. നിങ്ങൾ പോയി ദേശം ഉറ്റുനോക്കിയിട്ട് വരുവിൻ എന്ന് പറഞ്ഞാൽ കനാനിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ സമയമായി. പക്ഷെ മോവാബ് സമപ്രദേശത്തു നിന്നും യെരിഹോവിനും മധ്യേ ഒരു പർവ്വതമുണ്ട്. നിങ്ങൾ വേദപുസ്തകം ഒന്ന് തുറക്കാമോ? എനിക്ക് തോന്നുന്നു ആവർത്തന പുസ്തകമാണെന്ന് തോന്നുന്നു. ഒന്ന് തുറന്നാട്ടെ. ആവർത്തന പുസ്തകം അവസാന അധ്യായം 34 അധ്യായം. ആവർത്തന പുസ്തകം 34 അധ്യായം. അതിൻ്റെ 4-ാമത്തെ വാക്യം. യഹോവ അവനോട് കൽപ്പിച്ചു. പ്രിയരെ, വചനം പറയുന്നു, മോശേ സത്യമാ 40 വർഷം എൻ്റെ ജനത്തെ നടത്തി. നീ കഴിക്കാനില്ലാത്ത ദിനരാത്രങ്ങളുണ്ടായിരുന്നു, കയ്പ് വെള്ളം കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. വെള്ളമില്ലാതെ നീ അലഞ്ഞിട്ടുണ്ട്, നിനക്കെതിരെ ജനം പിറുപിറുത്തിട്ടുണ്ട്, ചെങ്കടലിന് മുൻപിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ 40 വർഷം നീ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി ദൈവം പറഞ്ഞ ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്തില്ലേ? പക്ഷെ ദൈവം ഇവിടെ പറയുന്നത് കേട്ടോ, ആവർത്തനം 34:4 അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ. അടുത്ത പദമാണ് എന്നെ ഒത്തിരി വേദനിപ്പിച്ചത്. ഞാൻ അത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോകുകയില്ലെന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. പ്രിയരെ, വചനം ഇങ്ങനെ പറയുന്നു, ലെബോ പർവ്വത നിരയിൽ വചനം ഇങ്ങനെയാണ് പറയുന്നു, വ്യക്തമായി പറയുന്നൊരു പദമുണ്ട്. ലെബോ പർവ്വത നിരയ്ക്കകത്ത് നെബോ പർവ്വത നിരയ്ക്കകത്ത് മോശയെ കയറ്റുകയാണ്. മോവാബ് മരുഭൂമിയിൽ നിന്ന് എരിഹോവിനു നേരെയുള്ള ലെബോ പർവ്വത നിരയിൽ നെബോ പർവ്വത നിരയിൽ എന്ന് പറഞ്ഞാൽ മോവാബിനും എരിഹോവിനും മധ്യയുള്ള നെബോ പർവ്വത നിരയിൽ മോശയോട് കയറി വരാൻ പറഞ്ഞിട്ട് മോശയോട് പറയുക, ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനും എന്ന് പറഞ്ഞ നിന്റെ അപ്പന്മാരോട് പറഞ്ഞ വാഗ്ദത്തം പറഞ്ഞ ദേശം ഇത് തന്നെ, ഇതാണ് പാലും തേനും ഒഴുകുന്ന ദേശം, ഇത് നിനക്കും നിന്റെ സന്തതികൾക്കും തരാമെന്ന് പറഞ്ഞ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ട് വന്നത്. പക്ഷെ ഈ ദേശം ഇത് തന്നെ, നീ ഇത് കണ്ടോ? പക്ഷെ നീ കണ്ടോ, നീ അത് അനുഭവിക്കത്തില്ല. ഹല്ലേലൂയ. അമ്മേ, ദൈവം നിങ്ങളോടൊരു വാഗ്ദത്തം പറഞ്ഞ ഒരായുസ് മുഴുവനും ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ദൈവത്തിന് വേണ്ടി വിശ്വസ്തനായി മാറി. വചനം മോശയെ പറ്റി പറയുന്നത് അവൻ
വിശ്വസ്തനാണ്. ഇവനെ വിളിച്ചു കൊണ്ടിറക്കിയ നാൾ മുതൽ ഇതുവരെയും വിശ്വസ്തനാണ്. പക്ഷെ വിശ്വസ്തനായ മോശയോട് വിശ്വസ്തനായ ദൈവം പറയുക, നീ ഇത് കണ്ടോ, നീ ഇത് അനുഭവിക്കത്ത്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് ദൈവം തന്നു. ഏകദേശം ഒരു വീടൊക്കെ നന്നായി പണി പൂർത്തീകരിക്കണമെങ്കിൽ 7 മാസം 8 മാസം കൊണ്ട് പണി പൂർത്തീകരിച്ചു. ബേസ്മെന്റ് ഇട്ട നാൾ മുതൽ ഫുൾ പണി തീർത്ത് താക്കോല് മേടിക്കുന്നത് വരെ, കയ്യിൽ എടുക്കുന്നത് വരെ അമ്മേ നീ ആ ഫുൾ പണി ചെയ്തത്. പക്ഷെ താക്കോൽ എടുത്തു കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറഞ്ഞു, എടാ വീട് കണ്ടോ, വീട്ടിൽ കയറി നീ പാർക്കില്ല. അങ്ങനെയാ വചനം പറയുന്നേ. മോശേ, ഇത് ഞാൻ അത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടക്കില്ല, കടന്നു പോകില്ല. അർത്ഥം, ഈ ദേശം നീ കണ്ടല്ലോ, ഇത് നേടാനാ ഞാൻ നിന്നെ വിളിച്ച് ഇറക്കിയത്. പക്ഷെ ഇത് കണ്ടോ, ഇതിൽ നീ കടക്കില്ല. ഹലോ, വചനം പറയുന്നു, ലെബോ പർവ്വതയിൽ മോശയെ ദൈവം അടക്കി. ഇന്ന് പകൽ ശ്രദ്ധിച്ച്, വചനം അങ്ങനെയാണ് പറയുന്നത്. അധ്യായം നിങ്ങൾ പഠിച്ചാൽ മതി. 34-ാം അധ്യായത്തിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, മോശ അവിടെ മരിച്ചു വീണു. ലെബോ പർവ്വത നിരയിൽ മരിച്ചു വീണു. മരിച്ച മോശയെ എൻ്റെ ദൈവം, അവനെ ദൈവം അടക്കിയത് കൊണ്ട് എവിടെ അടക്കിയെന്ന് ഇന്ന് വരെ അമ്മേ എന്റെ പ്രസംഗ ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാം. മോശയോട് പറഞ്ഞു, മോശേ 40 വർഷം നടന്നത് ഇത് കാണാനാ, ഹലോ, ഇത് അനുഭവിക്കാനാ, ഇതിൽ നീ കടക്കാനാ. ഈ പാലം തേനും ഒഴുകുന്ന ദേശം നീ നിനക്കും നിന്റെ സംഭവികൾക്ക് നിന്റെ കൂടെയുള്ളവർക്കും വിഭജിച്ചു കൊടുക്കാനാ. അമ്മേ, ഹല്ലേലൂയ. ചെങ്കടൽ വന്നപ്പോഴും, ഹലോ, മാറ വെളിപ്പെട്ടപ്പോഴും, ഹലോ, കഴിക്കാൻ ആഹാരമില്ലാതെ വന്നപ്പോഴും, മണ്ണയൊക്കെ പിന്നെ വന്നേ, ഹലോ, വെള്ളമില്ലാതെ 3 ദിവസം അലഞ്ഞപ്പോഴും മോശയുടെ ഹൃദയത്തിനകത്ത് പറയുക, എൻ്റെ ദൈവം വിശ്വസ്തൻ, എൻ്റെ ദൈവം വിശ്വസ്തൻ. ഇന്നല്ലെങ്കിൽ നാളെ ഈ മാറും. ഓ, ഈ കഷ്ടത മാറും. ഒന്ന് ഈ മരുഭൂമി യാത്ര, ഈ പ്രയാണം കഴിഞ്ഞ് അപ്പുറത്തെത്തിക്കഴിഞ്ഞോ, എൻ്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ഒരു പാലും തേനും ഒഴുകുന്ന ദേശം എൻ്റെ ദൈവം എനിക്ക് ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, മോശ ഈ കഷ്ടങ്ങളെല്ലാം ഫേസ് ചെയ്തത് അവനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തമാണ്. അവനെ ധൈര്യപ്പെടുത്തിയത് ദൈവം പറഞ്ഞ ദൈവ ശബ്ദമാണ് അവനെ ധൈര്യപ്പെടുത്തിയത്. എന്നേ നീ മരിക്കേണ്ടതായിരുന്നു, എന്നേ ഈ ലോകത്ത് നിന്ന് ആത്മഹത്യ ചെയ്യേണ്ടായിരുന്നു, എന്നിട്ട് നിന്നെ നിലനിർത്തിയത്, നീ ഒറ്റപ്പെട്ടപ്പോഴും നിന്നെ പിടിച്ചു നിർത്തിയത് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിന്റെ ശബ്ദങ്ങളല്ലേ. ഈ പകൽക്കാലം വാഗ്ദത്തം കേട്ടല്ലേ, ഈ പകൽക്കാലം ഇവിടെ വന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് വാഗ്ദത്തം കേട്ടല്ലേ. ഇന്ന് പകലും ജീവനോട് ഇരിക്കുന്നവർ ദൈവം വഴി നടച്ചു എന്നൊരു വിശ്വാസമല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം തകർന്നു വന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പാട്ടിന്റെ വരികളായിരിക്കാം ദൈവം ഇന്നലകളിൽ പറഞ്ഞ വാഗ്ദത്തത്തെ പിന്നെയും ഓർമ്മപ്പെടുത്തും. ചിലപ്പോൾ ഏതെങ്കിലും പ്രവാചകന്റെ ഒരു വാക്കായിരിക്കാം ആമേ പിന്നെയും വാഗ്ദത്തത്തെ ഓർമ്മപ്പെടുത്തും. വേദപുസ്തകം തുറക്കുമ്പോൾ കാണുന്ന ഒരു പദമായിരിക്കാം വാഗ്ദത്തത്തെ പിന്നെയും ഓർമ്മപ്പെടുത്തും. മോശ പറയും, ദൈവദാസനെ, ഈ 40 വർഷം ഞാൻ നടന്നത് ഈ കനാൻ നാട്ടിൽ ചെല്ലാമെന്നൊരു പ്രതീക്ഷയില്ല, ഈ കനാനിലേക്ക് എനിക്ക് കാലെടുത്ത് വയ്ക്കുക എന്നൊരു പ്രതീക്ഷയില്ല. പക്ഷെ ഇവിടെ കണ്ടോ പ്രിയരേ, ലബോ പർവ്വത നിരയിൽ മോശയെ കയറ്റിയിട്ട് പറയുക, മോശേ, ഇത് നീ കണ്ടോ, പക്ഷെ നീ അവിടെ എത്തത്തില്ല. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പിണങ്ങരുത്. പൗലോസ് പറയുക, നീ അവിശ്വസ്തനായാലും ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തത അവന്റെ സ്വഭാവമല്ലയോ? എൻ്റെ ചോദ്യം, ദൈവം മോശയോട് ചെയ്തത് വിശ്വസ്തതയാണോ? ദൈവം മോശയോട് ചെയ്തത് വിശ്വസ്തതയാണോ? മോശ ഇറങ്ങി തിരിച്ചത് കനാനിലെത്താന്ന് കരുതിയ, സ്വന്തം കൂടാരത്തിന്ന് പോലും അവനെതിരെ വാക്കുകൾ ഉയർന്നു വന്നപ്പോൾ മോശ പിടിച്ചു നിന്നത്
ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പിതാക്കന്മാരുടെ ദേശത്ത്, പിതാക്കന്മാരോട് സത്യം ചെയ്ത നാട്ടിൽ ഞാനും കയറും. ഞാനും ഒരു രാത്രിയെങ്കിലും അവിടെ പാർക്കും. കനാന്റെ നന്മ ഞാൻ അനുഭവിക്കും. പക്ഷെ കനാനിലെത്തുന്നതിന് മുമ്പ് ദൈവം വിളിച്ചിട്ട് മോശയോട് പറയുക, നീ കണ്ടോ നീ കയറില്ല, നീ കണ്ടോ നീ കയറില്ല. എൻ്റെ ചോദ്യം, മോശേ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വിശ്വസ്തനാണോ? മോശ പറയുന്നൊരു പദമുണ്ട്, ദൈവദാസനെ, പർവ്വത നിരയിൽ വെച്ച് അവസാനത്തെ ശ്വാസം നിലച്ച് കർത്താവിൻ്റെ കയ്യിൽ മരിച്ചു വീഴുന്നതിന് മുമ്പ് ഞാനും അങ്ങനെയാ ചിന്തിച്ചേ. ഞാനും അങ്ങനെയാ ചിന്തിച്ചേ. എൻ്റെ ദൈവം എന്നെ അടക്കി, സത്യമാ. പക്ഷെ ഇന്ന് പകൽക്കാലം വചനം പറയുന്നു, ഞാൻ ഒത്തിരി ചിന്തിച്ചു, ദൈവമേ നീ വിശ്വസ്തനല്ലേ? നീ വിശ്വസ്തനായിരുന്നെങ്കിൽ മോശ ഒരു ദിവസമെങ്കിലും കനാൻ നാട്ടിലെ നന്മ നീ അനുഭവിക്കാൻ നീ അവസരം കൊടുക്കത്തില്ലായിരുന്നോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച ഒത്തിരി ചിന്തിച്ചിരുന്നപ്പോൾ ഒരു വചന വെളിപ്പാട് എൻ്റെ ഹൃദയത്തിൽ തന്നു. ദൈവം പറഞ്ഞതാ, എടാ മനുഷ്യൻ അവിശ്വസ്തനായാലോ ഞാൻ വിശ്വസ്തനാണ്, ഞാൻ വിശ്വസ്തനാണ്. നിനക്ക് അവിശ്വസ്തനായി തോന്നിയാൽ ഞാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ മരിച്ചു, അടക്കപ്പെട്ടു, അങ്ങനെ ആ വചനം പറയുന്നേ. പക്ഷെ പ്രിയരെ, വേദപുസ്തകം പഠിച്ചപ്പോ, കാലങ്ങൾ കഴിഞ്ഞപ്പോ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോ, ഇന്ന് പകൽക്കാലം കേട്ടോ, ലോകത്തിൻ്റെ വാക്തത്വ മഷിക കന്യകയുടെ ഉദരത്തിൽ ഉരുവായപ്പോ എൻ്റെ ദൈവം ഈ ഭൂമിയിലേക്ക് ഈ ഭൂമിയിലേക്ക് വന്നു, ഈ താണലോകത്തിലേക്ക് വന്നു. 30-ാമത്തെ തിരുവയസ്സിൽ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. 3.5 വർഷം നാടെങ്ങും നന്മ ചെയ്തു. ദൈവത്തിന്റെ വേല പൂർത്തീകരിച്ചു. ഇന്ന് പകൽക്കാലം കേട്ടോ, 33-ാമത്തെ തിരുവയസ്സിൽ ഒരു അർദ്ധരാത്രി യോഹന്നാനെയും പത്രോസിനെയും യാക്കോബിനെയും തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, മറ്റവരെല്ലാം ഉറങ്ങട്ടടോ, നമുക്കൊരു യാത്രയുണ്ട്. വചനം പറയുന്നു, യോഹന്നാനും പത്രോസ് യാക്കോബ് എൻ്റെ അരിമനാഥനും കൂടെ മറുരൂപമലയിലേക്ക് നടന്നു പോകുമ്പോൾ, ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ച്, കാലങ്ങൾക്കപ്പുറം, യുഗങ്ങൾക്കപ്പുറം, വർഷങ്ങൾക്കപ്പുറം, നൂറ്റാണ്ടുകൾക്കപ്പുറം ലബോ പർവ്വത നിരയിൽ എൻ്റെ ദൈവം അടക്കിയ മോശയുടെ കല്ലറയുടെ മുൻപിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നിട്ട് എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയുക, മരിച്ചു തകർന്ന് അസ്ഥികൾ ചിതറി എല്ലാം ദ്രവിച്ച് മണ്ണിനോട് പറ്റിപ്പോയ മോശയെ തട്ടിയിട്ട് പറഞ്ഞു, ഹേ മോശ, നീ എഴുന്നേൽക്ക്, നിന്റെ ശുശ്രൂഷ പഴയ നിയമം കൊണ്ട് തീർന്നിട്ടില്ല, നിന്റെ വിളി, നിന്റെ വാഗ്ദത്തം പഴയ നിയമം കൊണ്ട് അവസാനിച്ചിട്ടില്ല. വാഗ്ദത്തത്തിന്റെ മഷിക മറുരൂപമാകോ മലയിൽ കയറുകയോ. എത്ര പേർക്ക് പിടികിട്ടി? കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് രാത്രി അടങ്ങിയിരിക്കരുത്. പ്രിയരെ, എന്റെ ദൈവം വിശ്വസ്തനാണ്. നീ മരിച്ചാലും എന്റെ ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾ ചിന്തിക്കും, ദൈവാസനം മരിച്ചിട്ട് എന്ത് വിശ്വസ്തത? ഇവിടെ ദൈവത്തിന് കാണിക്കാൻ കഴിയും, ദൈവത്തിന് നിവർത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ. മോശയെ എൻ്റെ ദൈവം ലബോ പർവ്വതനിരയിൽ നിന്ന് ഉയർപ്പിച്ചു, ഉയർത്തിക്കൊണ്ടുവന്നു. വചനം പറയുന്നു, യോഹന്നാനും യാക്കോബും പത്രോസും അരിമനാഥനും കൂടെ മറുരൂപമലയിലേക്ക് അടിവാരത്തുനിന്ന് കയറുമ്പോ, അപ്പുറത്തെ അടിവാരത്തുനിന്ന് മോശയുടെ കരം പിടിച്ച് ദൈവത്തിന്റെ ദൂത് ഇറങ്ങി വരികയാണ്. ഇന്ന് പകൽക്കാലം ഒന്ന് ശ്രദ്ധിച്ച്, ചിന്തനയിൽ ഭാവനയിൽ ഒന്ന് ചിന്തിച്ച്, മരിച്ച ലബോ പർവ്വതയിൽ നിരയിൽ കിടക്കുന്ന മോശയെ തട്ടി ഉണർത്തി വീണ്ടും ശക്തി പകർന്ന് വീണ്ടും അവന് ബലം കൊടുത്ത് അവന്റെ കരം
പിടിച്ച് ആമേ ദൈവം എവിടെയൊക്കെ കൊണ്ടുപോയി പഴയ നിയമത്തിലെ ഭക്തന്മാർ പറഞ്ഞു കനാനിലൂടെ നടത്തി 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 കനാന്റെ നടുവിൽ വസിക്കുന്ന ആ മലയുടെ മുകളിലേക്ക് കയറി പോകുമ്പോ മോശെ അറിയാതെ കരഞ്ഞു പറഞ്ഞു കാണും, എന്റെ ദൈവം ഇത്രമാത്രം വിശ്വസ്തനായിരുന്നു. മോശ പറഞ്ഞു കാണും, പാഷ എന്റെ ദൈവം ഇത്രമാത്രം വിശ്വസ്തനെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കരുതി എന്റെ ശുശ്രൂഷ പഴയ നിയമം കൊണ്ട് തീരുമെന്ന്. ഞാൻ കരുതി ഈ ജനത്തെ കനാനിലേക്ക് എത്തിച്ച എന്റെ ദൗത്യം തീരുമെന്ന്. പക്ഷെ എന്റെ ദൈവം വിശ്വസ്തനായതുകൊണ്ട് കാമേ പഴയ നിയമം കൊണ്ട് ഒതുങ്ങിയില്ല, എന്നെ പുതു നിയമത്തിനകത്ത് ഒരു ശുശ്രൂഷകനാക്കി മാറ്റി. മോശയുടെ കരം പിടിച്ച് ദൂതൻ വരുമ്പോൾ അവന്റെ അടുക്കൽ വേറൊരുത്തൻ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ കരം ചോർത്തു പിടിച്ചു. ആരാ? ഏലിയാവ്. ഏലിയാവും മോശയും കൂടെ മരുവമലയുടെ അടിവാരത്തുനിന്ന് മുകളിലേക്ക് കയറുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് കർത്താവും യോഹന്നാനും പത്രോസും യാക്കോബും കൂടെ കയറുക. എന്തിനെന്നറിയാമോ? ലോകം കണ്ടിട്ടില്ലാത്ത തേജസ്വീകരണം കാണാൻ. തേജസ്സിന്റെ പൊൻപുലരിയിൽ എങ്ങനെയാണോ കർത്താവ് തേജസ്വീകരണമാകുന്നത് എന്ന് പറഞ്ഞാൽ ശരീരം തേജസ്സിന്റെ വിന്മയമായ വസ്ത്രം ധരിക്കുന്നത്, തേജസ്സിന്റെ വിൻരൂപിയായി മാറുന്നത്, അതുപോലെ തേജസ്വീകരണം കാണോ ഇവർ കയറുമ്പോ. പഴയ നിയമത്തിൽ മോശയും ഏലിയാവും കയറി നിൽക്കുക. അവരുടെ തേജസ് കണ്ടപ്പോ പത്രോസ് പറയുക, കർത്താവേ നമുക്ക് പോണ്ട, ഇവിടെ 3 കുടിലുണ്ടാക്കാമോ? ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് അങ്ങയ്ക്ക്, നമുക്കിവിടെ പാർക്കാം. എത്ര പേർക്ക് പിടികിട്ടിയെന്നറിയില്ല. പ്രിയരെ, മരിച്ചു മൺമറഞ്ഞ് ഇനി കനാനിലേക്ക് കാലെടുത്തു വയ്ക്കാൻ കഴിയില്ലെന്ന് അവസാനത്തെ ശ്വാസം വരെയും ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന ഭക്തൻ ആമേ കർത്താവ് അടക്കുമ്പോഴും അവന്റെ ഹൃദയത്തിനകത്ത് തീരാത്തൊരു വാഗ്ദത്ത നിവർത്തിയുണ്ട്. എന്നെ കനാൻ നാട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് എന്റെ ദൈവം വിളിച്ചിറക്കിയവ. ദൈവം പറഞ്ഞു, മോശേ നീ കണ്ടോ, നീ കടക്കില്ല. ഹൃദയം തകരുന്ന വേദനയുമായി മോശ പറഞ്ഞു കാണും. അപ്പൊ ഞാൻ ഇറങ്ങി തിരിച്ചത് ഈ കനാൻ നാട്ടിൽ എന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടല്ലേ. ഞാൻ പോകുമ്പോ എൻ്റെ കൂടെയുള്ളവരെ കനാൻ നാട്ടിൽ നീ എത്തിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ. ഇന്ന് പാതി വഴിയിൽ എൻ്റെ യാത്ര തീരുകയാണോ? എന്നോടുള്ള വിശ്വസ്തത തീരുകയാണോ? എൻ്റെ ദൈവത്തിനറിയാം കുഞ്ഞേ, നിനക്ക് വേറൊരു ശുശ്രൂഷ ദൈവം മറച്ചു വച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ആഗ്രഹിച്ച വഴികൾ അടഞ്ഞിട്ടുണ്ടെങ്കിൽ, ചിന്തിച്ച രീതിയിൽ ജീവിതം പോയിട്ടില്ലെങ്കിൽ, ഇന്ന് പകൽ എൻ്റെ ദൈവം അവിശ്വസ്തനെന്ന് ചിന്തിക്കരുത്. നീ കാണാത്ത ശ്രേഷ്ഠമേറിയ ശുശ്രൂഷ, ശ്രേഷ്ഠമേറിയ ദൈവ പദ്ധതികൾ, ശ്രേഷ്ഠമേറിയ ഉപജീവന, ശ്രേഷ്ഠമേറിയ വഴികൾ, ശ്രേഷ്ഠമേറിയ വാതിലുകൾ, ശ്രേഷ്ഠമേറിയ ഭാവി എൻ്റെ ദൈവത്തിന് നിനക്ക് തരാനുള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം നീ അനുഭവിക്കുന്ന ചില ഞെരുക്കങ്ങൾ. പലപ്പോഴും ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ദാവേ നീ എന്തേ ഞാൻ അത്രയ്ക്കും പ്രാർത്ഥിച്ചിട്ട് ആ വഴികൾ അടച്ചത്, ആ പദ്ധതി അടച്ചത്, എൻ്റെ ജീവിതത്തിനകത്ത് ഈ ശൂന്യത വന്നത്, എൻ്റെ ജീവിതത്തിനകത്ത് ഒറ്റപ്പെടൽ വന്നത്. അമ്മ പ്രിയരെ, ദിവസങ്ങളിരുന്ന് കരഞ്ഞ രാത്രികളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചൊരു വാക്കാ, കുഞ്ഞെ, മരിച്ചവനെ കൊണ്ട് എനിക്കൊരു ശുശ്രൂഷ ചെയ്യിക്കാൻ കഴിയുമെങ്കിൽ, ഇന്ന് പകൽ അത്രമാത്രം ഞാൻ വിശ്വസ്തനാണെങ്കിൽ, ഈ പകൽക്കാലം നീ വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിലും എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചു മറഞ്ഞുപോയ മോശയ്ക്കൊരു ശുശ്രൂഷ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്നു പകൽ ജീവനോടിരിക്കുന്ന നമ്മളോട് എൻ്റെ ദൈവം വിശ്വസ്തത കാണിക്കില്ലേ? നമ്മളോട് എത്രയധികം, നമ്മുടെ തലമുറയോട് എത്രയധികം, നമ്മുടെ കുടുംബത്തോട് എത്രയധികം ഇന്ന് പകൽ വിശ്വസിക്കുക. ഞാൻ അവിശ്വസ്തനാണെങ്കിൽ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അമ്മേ ഹല്ലേലൂയ.
പ്രിയരെ, പഴയ നിയമത്തിലുള്ള ഭക്തന്മാരിൽ യേശുവിൻ്റെ മഹത്വം കണ്ടത് ആദ്യം മോശയാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ന്യായപ്രമാണത്തിന്റെ അത്ഭുതം കാണേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പാടി പ്രാർത്ഥിച്ച ഒരു ജലം. അവിടെ പ്രാർത്ഥന മുഴുവനും അവിടെ കണ്ണ്. ന്യായപ്രമാണത്തിലെ അത്ഭുതം എന്താ? ക്രിസ്തു എന്ന അത്ഭുതം. തേജസ്വീകരിക്കപ്പെടുന്ന ക്രിസ്തുവിനെ കാണാൻ ഒരു തലമുറ കൊതിച്ചിട്ട് കഴിഞ്ഞില്ല. പക്ഷെ പഴയ നിയമത്തിലെ വക്താവായി മോശയും ഏലിയാവ് നിൽക്കുമ്പോൾ മറുരൂപമലയിൽ അവൻ തേജസ്സിന്റെ വസ്ത്രം ധരിച്ചു. പുതുനിയമത്തിൽ പത്രോസും യോഹന്നാനും യാക്കോബും മാത്രമാ അവനെ കണ്ടത്. ഈ പകൽക്കാലം എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുതാ! ഈ പകൽക്കാലം അവൻ്റെ വിശ്വസ്തത വാക്കിലല്ല, ഇറ്റ്സ് എ ക്യാരക്ടർ. അതവൻ്റെ സ്വഭാവമാണ്. അവൻ്റെ സ്വഭാവം, ആ വിശ്വസ്തത അവൻ്റെ സ്വഭാവമായതുകൊണ്ട് അവൻ വാക്ക് പറഞ്ഞാൽ മാറില്ല. ഈ പകൽക്കാലം ഞാൻ ഒരു ആത്മാവിലൊരു ദൂത് കൈമാറാം. നീ എന്താകുമെന്ന് ദൈവം പറഞ്ഞു, അത് തന്നെയാകും. നിന്റെ കുടുംബം എന്താകുമെന്ന് ദൈവം പറഞ്ഞു, അത് തന്നെയാകും. നിന്റെ തലമുറ എന്താകുമെന്ന് ദൈവം പറഞ്ഞു, അത് തന്നെയാകും. നിന്റെ ഭാവി എന്താകുമെന്ന് ദൈവം പറഞ്ഞു, അത് തന്നെയാകും. ഇന്ന് പകൽ കാരണം എൻ്റെ ദൈവം വിശ്വസ്തന. കണ്ണുകളെ മൂടിയാട്ടെ. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. വേഗത്തിൽ